സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതി മറന്നീശനെ മാറന്നിടല്ലേ. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതി മറന്നീശനെ മാറന്നിടല്ലേ. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം ചെമ്പോല, പെരുമ്പാവൂർ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ വന്ദനം അറിയിക്കട്ടെ. ഈ ലോക ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ആത്മീക സത്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ചില നിമിഷങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ തീമോഥെയോസിന്റെ ആദ്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ അഥവാ പൗലോസ് അപ്പോസ്തലൻ തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിനെ അറിയിക്കുന്ന ഒരു പ്രസ്താവന ഇപ്രകാരമായിരുന്നു. 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1, ക്രിസ്തു യേശു. 2, പാപികളെ രക്ഷിക്കുക. ലോകത്തിൽ വന്നു എല്ലാവരും വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും യോഗ്യമായത്. ഈ പകൽക്കാലം വിലപ്പെട്ട ചില സത്യങ്ങളെ തിരിച്ചറിയണമേ. ക്രിസ്തു യേശുവായി ഭൂമിയിലേക്ക് വന്നു. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മശിഹ, കർത്താവ്, സൃഷ്ടിതാവ്, ദൈവം എന്നിവയാണ്. ദൈവമായവൻ യേശു മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിട്ടു. അതുകൊണ്ട് മശിഹ തമ്പുരാനായ ക്രിസ്തു, അദൃശ്യരൂപിയായ ദൈവം, സൃഷ്ടിതാവായ ദൈവം യേശുവായി മനുഷ്യനായി ചരിത്രത്തിൽ പ്രവേശിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ള പാപങ്ങളെയും തെറ്റുകളെയും ബോധ്യപ്പെടുത്തി അവർക്ക് ഒരിക്കലും തങ്ങളെ തന്നെ അവരുടെ തെറ്റുകളിൽ നിന്ന് പരിഹരിച്ച് ജീവിപ്പാൻ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യമാക്കി അതിനുശേഷം ആ ക്രിസ്തു തന്നെ പാപികളെ രക്ഷിക്കുവാനായിട്ട്, അഥവാ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഓരോ മനുഷ്യനെയും അവന്റെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ക്രിസ്തു യേശുവായി വന്ന ആ ദൈവം തമ്പുരാൻ തന്റെ ഹ്രസ്വകാല ജീവിതം കൊണ്ട് യുഗാനുയുഗങ്ങളിൽ ജീവിക്കുന്ന കോടാനുകോടി ആളുകളുടെ ആത്മീക രക്ഷയ്ക്ക് ആവശ്യമായവയെ ചെയ്തു തീർത്തു. എന്തായിരുന്നു ആ മഹനീയമായ പ്രവൃത്തി? പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ ശിക്ഷയെ ഒഴിവാക്കി കൊടുക്കുവാൻ. എല്ലാ ശിക്ഷയ്ക്കും മരണം ഏറ്റവും വലിയതായി ലോകരാജ്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് റോമ ഭരണത്തിന് കീഴിലുള്ള ക്രൂശ് മരണം സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ലോകത്തിലുമുള്ള മുഴുവൻ മനുഷ്യവർഗത്തിനു വേണ്ടിയും തന്റെ സ്വന്തം ജീവനെ യാഗമായി അർപ്പിച്ചു തന്നു. ക്രൂശിന്മേൽ കൈകാലുകൾ ആണികൾക്കായി ഏൽപ്പിച്ചു കൊടുത്തും തലയിൽ മുൾക്കിടും വെച്ച് അടിക്കപ്പെട്ടും ശരീരം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട അവസ്ഥയിൽ അടികൊള്ളപ്പെട്ടവനായി തീർന്ന് ചോരയൊഴുക്കിയ യേശു കർത്താവിന്റെ ചോരയെക്കുറിച്ച് പിന്നീട് ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ ഒരുങ്ങി അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. കർത്താവായ ക്രിസ്തുവിന്റെ ഈ ക്രൂശ് മരണത്തിൽ ഒഴുക്കിയ ചോരയിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന പാപങ്ങളെക്കുറിച്ച് കുറ്റബോധമുണ്ടായി തങ്ങൾക്ക് തന്നെ പാപത്തിൽ നിന്ന് ഒരു നിലയിലും രക്ഷപ്രാപിപ്പാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ഒരുവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന അദൃശ്യ രൂപ ജീവിതത്തിലും പൂർണ്ണമായി വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ട്
കർത്താവും രക്ഷിതാവുമായി ഹൃദയംഗമായി സ്വീകരിക്കുമ്പോൾ ആ കർത്താവ് ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇവിടെ ആ വാചകത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ അനുഭവമാക്കി താൻ പറഞ്ഞ് ഇങ്ങനെയാണ്: എല്ലാവർക്കും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും കൊള്ളാവുന്നത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇപ്രകാരമാണല്ലോ: സകല ജാതി മതസ്ഥർക്കും ഒരുപോലെ അംഗീകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു സത്യമായി അത് മാറിയിരിക്കുന്നു. അഖില ലോക മനുഷ്യവർഗത്തിനു വേണ്ടി ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഇല്ലാതെ ഒരേ ഒരു വ്യക്തി മാത്രം മനുഷ്യർക്ക് വേണ്ടി തന്നെ തന്നെ യാഗമാക്കി തീർത്തു. അതോ കർത്താവായ യേശു ക്രിസ്തു തന്നെ. മരിച്ചവരെങ്കിലും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായി തന്നോടൊപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി ഇന്നും ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന മഹാദൈവമാണ്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുമോ? നിങ്ങൾക്കായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രക്ഷിതാവിനെ, അദൃശ്യരൂപിയായവനെ നിങ്ങൾ ഹൃദയത്തിന്റെ ഉൾത്തടത്തിൽ അംഗീകരിക്കുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, പാപത്തിൽ ജീവിച്ച് മോചനം സാധ്യമല്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. അങ്ങയുടെ ചോരയിൽ എളിയവന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി എന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങേ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് അങ്ങയെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ച് അങ്ങയുടെ മക്കളായി വരുന്ന ദിവസങ്ങൾ ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിമിഷങ്ങൾ നിമിഷങ്ങൾ